എല്ലാവർക്കും K-TET സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പാർട്ട് 8 ADHD ലേണിംഗ് റെഡിനെസ്, ലേണിംഗ് കർവ് തുടങ്ങിയവയാണ്. ഇതിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവർക്ക് എടുക്കാം. 250 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയാൽ എല്ലാ പാർട്ടുകളുടെയും PDF ഒരുമിച്ചിടുന്നതായിരിക്കും. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കാൽക്കുലിയുടെ ലക്ഷണങ്ങൾ എന്ന ക്വസ്റ്റ്യനിലായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 182 ആണ്. ഡിസ്കാൽക്കുലിയുടെ ലക്ഷണങ്ങൾ. അനലോഗ് ക്ലോക്കുകളിൽ നോക്കി സമയം പറയാൻ സാധിക്കാതിരിക്കുക, അടിസ്ഥാന ഗണിതത്തിൽ ബുദ്ധിമുട്ട്, ഗുണനപ്പട്ടിക, കൂട്ടൽ പട്ടിക, ഹരണ പട്ടിക എന്നിവയിലുള്ള ബുദ്ധിമുട്ട്, സമയം മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, ഇടത്തും വലത്തും തിരിച്ചറിയുന്നതിലുള്ള ബുദ്ധിമുട്ട്, മ്യൂസിക്കൽ നൊട്ടേഷൻസ് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, മനസ്സുകൊണ്ടൊരു ഭൂപടത്തെ തിരിക്കാൻ സാധിക്കാതിരിക്കുക, ദൂരത്തെ മനസ്സുകൊണ്ട് അളക്കുന്നതിനുള്ള പ്രത്യേക ബുദ്ധിമുട്ട്, കണക്കിലെ സൂത്രവാക്യങ്ങൾ, നിയമങ്ങൾ, സങ്കല്പങ്ങൾ എന്നിവ ഓർമ്മിക്കുന്നതിലുള്ള കഴിവ് കുറവ്, മാനസികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലായ്മ, പേരുകൾ തെറ്റായി ഓർമ്മിക്കുക, പേരും മുഖവും ഓർത്തെടുക്കാൻ കഴിയായ്ക. ഇവയൊക്കെയാണ് ഡിസ്കാൽക്കുലിയുടെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഒന്നും കൂടെ പറയാം. അനലോഗ് ക്ലോക്കുകളിൽ നോക്കി സമയം പറയാൻ സാധിക്കാതിരിക്കുക, അടിസ്ഥാന ഗണിതത്തിൽ ബുദ്ധിമുട്ട്, ഗണനപ്പട്ടിക, കൂട്ടൽ പട്ടിക, ഹരണപ്പട്ടിക എന്നിവയിലുള്ള ബുദ്ധിമുട്ട്, സമയം മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, ഇടത്തും വലത്തും തിരിച്ചറിയുന്നതിലുള്ള ബുദ്ധിമുട്ട്, മ്യൂസിക്കൽ നൊട്ടേഷൻസ് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, മനസ്സുകൊണ്ട് ഒരു ഭൂപടത്തെ തിരിക്കാൻ സാധിക്കാതിരിക്കുക, ദൂരത്തെ മനസ്സുകൊണ്ട് അളക്കുന്നതിലുള്ള പ്രത്യേക ബുദ്ധിമുട്ട്, കണക്കിലെ സൂത്രവാക്യങ്ങൾ, നിയമങ്ങൾ, സങ്കല്പങ്ങൾ എന്നിവ ഓർമ്മിക്കുന്നതിനുള്ള കഴിവ് കുറവ്, മാനസികമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലായ്മ, പേരുകൾ തെറ്റായി ഓർമ്മിക്കുക, പേരും മുഖവും ഓർത്തെടുക്കാൻ കഴിയാകുക. നെക്സ്റ്റ്, ഡിസ്കാൽക്കുലിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫലപ്രദമായൊരു ചികിത്സാ രീതിയാണ് ന്യൂറോ സെൻസറി എഡ്യൂക്കേഷണൽ തെറാപ്പി. ഡിസ്കാൽക്കുലിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫലപ്രദമായൊരു ചികിത്സാ രീതി ന്യൂറോ സെൻസറി എഡ്യൂക്കേഷണൽ തെറാപ്പി. ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അമിത പ്രവൃത്തികളും അമിതാവേശവും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയ ഉണ്ടാകുന്ന പ്രകടമായ ബുദ്ധിമുട്ടുകളാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അമിത പ്രവൃത്തികളുടെ അമിതാവേശവും അല്ലെങ്കിൽ അവ രണ്ടും കൂടിയും ഉണ്ടാകുന്ന പ്രകടമായ ബുദ്ധിമുട്ടാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ മൂലം പഠനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ പറയുന്നത് ഡിസ്പ്രാക്സിയ. പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ മൂലം പഠനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ. കുട്ടികളിൽ കാണപ്പെടുന്ന ADHDയുടെ ലക്ഷണങ്ങൾ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധക്കുറവ്, അമിത പ്രവൃത്തി, അമിതാവേശം എന്നിവ ഒരു കുട്ടിയിൽ 6 അതിലധികമോ മാസങ്ങൾ കണ്ടാൽ ADHD ഉണ്ടെന്ന് അനുമാനിക്കാം. സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധക്കുറവ്, അമിത പ്രവൃത്തി, അമിതാവേശം എന്നിവ ഒരു കുട്ടിയിൽ 6 അതിലധികമോ മാസങ്ങൾ കണ്ടാൽ ADHD ഉണ്ടെന്ന് അനുമാനിക്കാം. ശ്രദ്ധക്കുറവുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. കാര്യങ്ങൾ പെട്ടെന്ന് മറക്കും, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഒരു പ്രവൃത്തി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും മടുക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഗൃഹപാഠങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, ദിവാസ്വപ്നം കാണുക, നിർദ്ദേശങ്ങൾ പിന്തുടരാനുള്ള ബുദ്ധിമുട്ട്. ശ്രദ്ധക്കുറവുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. കാര്യങ്ങൾ പെട്ടെന്ന് മറക്കും, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഒരു പ്രവൃത്തി തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും മടുക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ, ഗൃഹപാഠങ്ങൾ ചെയ്തു തീർക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതിരിക്കുക, ദിവാസ്വപ്നം കാണുക, നിർദ്ദേശങ്ങൾ പിന്തുടരാനുള്ള ബുദ്ധിമുട്ട്. നെക്സ്റ്റ്, അമിത പ്രവൃത്തിയുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. സ്വന്തം സീറ്റിൽ പുളയുക, നിർത്താതെ സംസാരിക്കുക, കാണുന്നതെല്ലാം തൊട്ടും കളിച്ചും ഓടി നടക്കുക, വിദ്യാലയത്തിലും ഭക്ഷണത്തിന് മുൻപിലും അനങ്ങാതെ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കുക.
അമിത പ്രവൃത്തിയുള്ള കുട്ടിയുടെ ലക്ഷണങ്ങളാണ് സ്വന്തം സീറ്റിൽ പുളയുക, നിർത്താതെ സംസാരിക്കുക, കാണുന്നതെല്ലാം തൊട്ടും കളിച്ചും ഓടി നടക്കുക, വിദ്യാലയത്തിലും ഭക്ഷണത്തിന് മുൻപിലും അനങ്ങാതിരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, നിർത്താതെ ചലിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ്, അമിത ആവേശമുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ക്ഷമയില്ലാതെ ഇരിക്കുക, യോജിക്കാത്ത കമൻറ്റുകൾ പറയുക, കളികളിലും മറ്റും തൻ്റെ ഊഴം വരാൻ കാത്തു നിൽക്കാൻ ക്ഷമയില്ലായ്മ, സംഭാഷണമോ മറ്റു പ്രവർത്തനമോ തടസ്സപ്പെടുത്തുക. അമിതാവേശത്തിൻ്റെ ലക്ഷണങ്ങൾ: ക്ഷമയില്ലാതെ ഇരിക്കുക, യോജിക്കാത്ത കമൻറ്റുകൾ പറയുക, കളികളിലും മറ്റും തൻ്റെ ഊഴം വരാൻ കാത്തു നിൽക്കാൻ ക്ഷമയില്ലായ്മ, സംഭാഷണമോ മറ്റു പ്രവർത്തനമോ തടസ്സപ്പെടുത്തുക. നെക്സ്റ്റ്, ഡിസ്പ്രാക്സി ഉള്ള കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ: പെൻസിൽ പിടിക്കുന്നതിനും ഷൂസിലെ ബട്ടൺസ് ഇടുന്നതിനും ഷൂലേസ് കെട്ടുന്നതിനും മറ്റും ബുദ്ധിമുട്ട് നേരിടുക. ഡിസ്പ്രാക്സിയുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളാണ് പെൻസിൽ പിടിക്കുന്നതിനും ഷർട്ടിലെ ബട്ടൺസ് ഇടുന്നതിനും ഷൂലേസ് കെട്ടുന്നതിനും മറ്റും ബുദ്ധിമുട്ട് നേരിടുക. നെക്സ്റ്റ്, ചെറിയ വൈകല്യമുള്ള കുട്ടികൾക്ക് സാധാരണ ക്ലാസ് മുറികളിൽ വെച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് പൊതുധാരാ വിദ്യാഭ്യാസം. അവസര സമത്വം എന്ന ദർശനത്തിനാണ് ഇത് ഊന്നൽ നൽകുന്നത്. ഇങ്ങനെ പൊതുധാരാ പ്രസ്ഥാനത്തെ നിർവചിച്ചത് സ്റ്റീഫൻസ് ബ്ലാക്ക്ഹാർട്ട്. ചെറിയ വൈകല്യമുള്ള കുട്ടികൾക്ക് സാധാരണ ക്ലാസ് മുറികളിൽ വെച്ച് നൽകുന്ന വിദ്യാഭ്യാസമാണ് പൊതുധാരാ വിദ്യാഭ്യാസം. അവസര സമത്വം എന്ന ദർശനത്തിനാണ് ഇത് ഊന്നൽ നൽകുന്നത്. ഇങ്ങനെ പൊതുധാരാ പ്രസ്ഥാനത്തെ നിർവചിച്ചവരാണ് സ്റ്റീഫൻസും ബ്ലാക്ക്ഹാർട്ടും. നെക്സ്റ്റ്, അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് നിർവചിച്ചത് ഗേറ്റ്സും സഹപ്രവർത്തകരും. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനം എന്ന് നിർവചിച്ചത് ഗേറ്റ്സും സഹപ്രവർത്തകരും. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജനമാണ്, ബിഹേവിയർ അഡാപ്റ്റേഷനാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ. നെക്സ്റ്റ്, ഏതൊരു പ്രവർത്തനവും അത് വ്യക്തിയെ വികസിതനാക്കുന്നുവെങ്കിൽ പഠനമാണെന്ന് പറഞ്ഞത് വുഡ്വർത്ത്. ഏതൊരു പ്രവൃത്തിയും അത് വ്യക്തിയെ വികസിതനാക്കുന്നുവെങ്കിൽ അതിന് പഠനമാണെന്ന് പറഞ്ഞത് വുഡ്വർത്ത്. അപ്പം 3 പേരുടെ അഭിപ്രായങ്ങളാണ്. അനുഭവത്തിലൂടെയുള്ള വ്യവഹാര പരിവർത്തനമാണ് പഠനമെന്ന് നിർവചിച്ചത് ഗേറ്റ്സും സഹപ്രവർത്തകരും. പഠനം അനുക്രമം നടക്കുന്ന വ്യവഹാരാനുയോജനമാണെന്ന് പറഞ്ഞത് സ്കിന്നർ. ഏതൊരു പ്രവർത്തനവും അത് വ്യക്തിയെ വികസിതനാക്കുന്നുവെങ്കിൽ അത് പഠനമാണെന്ന് പറഞ്ഞത് വുഡ്വർത്ത്. നെക്സ്റ്റ്, ലേണിംഗ് റെഡിനെസ് ആണ്. ലക്ഷ്യം നിർണ്ണയിക്കാനുള്ള ശേഷി, ശാരീരികമായും മാനസികമായും വേണ്ട പരിപക്വത, പൂർവാർജിത നൈപുണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ശിശുവിൻ്റെ വികസനമാണ് ലേണിംഗ് റെഡിനെസ് അല്ലെങ്കിൽ പഠനസന്നദ്ധത. ലക്ഷ്യം നിർണ്ണയിക്കാനുള്ള ശേഷി, ശാരീരികമായും മാനസികമായും വേണ്ട പരിപക്വത, പൂർവാർജിത നൈപുണികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശിശുവിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് പറയുന്നതാണ് പഠനസന്നദ്ധത അല്ലെങ്കിൽ ലേണിംഗ് റെഡിനെസ്. നെക്സ്റ്റ്, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വൈയക്തിക ചരങ്ങൾ, പാഠ്യചരങ്ങൾ, പഠനതന്ത്ര ചരങ്ങൾ. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വൈയക്തിക ചരങ്ങൾ, പാഠ്യചരങ്ങൾ, പഠനതന്ത്ര ചരങ്ങൾ. വൈയക്തിക ചരങ്ങളിൽ പെടുന്നത് വ്യക്തിയുമായി ബന്ധപ്പെട്ടവയാണ് വൈയക്തിക ചരങ്ങൾ. പാഠ്യവസ്തുവുമായി ബന്ധപ്പെട്ടവ പാഠ്യചരങ്ങൾ, പഠനതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടവ പഠനതന്ത്ര ചരങ്ങൾ. നെക്സ്റ്റ്, പഠനതന്ത്ര ചരങ്ങൾ ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണമാണ് പഠനവക്രം. ആവർത്തന പരിശീലനത്തിലൂടെ കൈവരിക്കുന്ന പുരോഗതിയെ കാണിക്കുന്ന ലേഖീയ ചിത്രീകരണമാണ് പഠനവക്രം. ആന്തരികവും ബാഹ്യവുമായ നിരവധി ഘടകങ്ങളാൽ പഠനം നിയന്ത്രിക്കപ്പെടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വക്രങ്ങൾ ഏതെല്ലാം? ആന്തരികവും ബാഹ്യവുമായ നിരവധി ഘടകങ്ങളാൽ പഠനം നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വക്രങ്ങളാണ് ഋജുരേഖാവക്രം, ഉന്മധ്യവക്രം, നഖമധ്യവക്രം, സമ്മിശ്രവക്രം. ഋജുരേഖാവക്രം സ്ട്രെയിറ്റ് ലൈൻ കർവ്, ഉന്മധ്യവക്രം കോൺവെക്സ് കർവ്, നഖമധ്യവക്രം കോൺകേവ് കർവ്, സമ്മിശ്രവക്രം മിക്സഡ് കർവ്. നെക്സ്റ്റ്, പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കുള്ള പുരോഗതി കാണിക്കുന്ന രേഖ ഉയർന്നു പോകുന്നതായിരിക്കും. ഈ വക്രം ഋജുരേഖാവക്രം. പഠനത്തിൽ കാണിക്കുന്ന
സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന രേഖ ഉയർന്നു പോകുന്നതായിരിക്കും. ഈ വക്രമാണ് ഋജുരേഖാ വക്രം. നെക്സ്റ്റ്, പ്രാരംഭ ഘട്ടത്തിൽ പഠനം ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുമെങ്കിലും ക്രമേണ മന്ദഗതിയിലാവുകയും ചെയ്യുന്ന രേഖയാണ് ഉന്മധ്യവക്രം. പഠനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തുടക്കഘട്ടത്തിൽ ഡെവലപ്മെൻറ്റ് കാണിക്കെങ്കിലും ക്രമേണ ആ ഡെവലപ്മെൻറ്റ് കുറഞ്ഞു വരുന്ന രേഖയാണ് ഉന്മധ്യവക്രം. നെക്സ്റ്റ്, ആദ്യഘട്ടത്തിൽ പുരോഗതി മന്ദഗതിയിലായിരിക്കലും ക്രമേണ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതാണ് നഖമധ്യവക്രം. പഠന പുരോഗതി ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലാവുകയും ക്രമേണ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതാണ് നഖമധ്യവക്രം. നെക്സ്റ്റ്, സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയിലാകുന്ന എസ് ആകൃതിയിലുള്ള പഠനരേഖയാണ് സമ്മിശ്രവക്രം. സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതിയിലാകുന്ന എസ് ആകൃതിയുള്ള പഠനരേഖയാണ് സമ്മിശ്രവക്രം. പഠനത്വരണം ഉള്ള ഘട്ടത്തിൽ കാണുന്ന ഏറ്റക്കുറച്ചിലുകളാണ് സ്പർട്സ്. പഠനത്വരണം ഉള്ള ഘട്ടത്തിൽ രേഖയിൽ കാണുന്ന ഏറ്റക്കുറച്ചിലുകളാണ് സ്പർട്സ്. അപ്പോൾ പഠനത്വരണം, തളർച്ച, രോഗം, താല്പര്യങ്ങളിലും അഭിപ്രേരണയിലുമുള്ള വ്യതിയാനങ്ങൾ, ഇങ്ങനെയെല്ലാം പഠനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാണും. ഇതിനെയാണ് നമ്മൾ സ്പർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എത്ര കൂടുതൽ പരിശീലനം നൽകിയാലും പഠിതാക്കളിൽ പുരോഗതി കാണാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേര് പഠനപീഠസ്ഥലി. എത്ര കൂടുതൽ പരിശീലനം നൽകിയാലും പഠിതാക്കളിൽ പുരോഗതി കാണിക്കാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പഠനപീഠസ്ഥലി. അഭ്യാസവും പഠനവും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്ന ഒരു രേഖയാണ് പഠനവക്രം. അഭ്യാസവും പഠനവും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്ന ഒരു രേഖയാണ് പഠനവക്രം. പഠനവക്രത്തിൽ ചിത്രീകരിക്കാറുള്ളത് എക്സ് ആക്സിസിൽ അഭ്യാസവും വൈ ആക്സിസിൽ പഠന വൈദഗ്ധ്യവും. എക്സ് ആക്സിസിൽ അഭ്യാസവും വൈ ആക്സിസിൽ പഠന വൈദഗ്ധ്യവുമാണ് പഠനവക്രത്തിൽ ചിത്രീകരിക്കാറുള്ളത്. നെക്സ്റ്റ്, പ്രവർത്തനം പ്രയാസകരമായിരിക്കുകയോ സമാന പ്രവർത്തനങ്ങളിൽ നേരത്തെ ഒട്ടും തന്നെ പരിചയം ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പഠനവക്രമാണ് നഖമധ്യവക്രം. പ്രവർത്തനം പ്രയാസമായിരിക്കുകയോ സമാന പ്രവർത്തനങ്ങളിൽ നേരത്തെ ഒട്ടും തന്നെ പരിചയം ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പഠനവക്രമാണ് നഖമധ്യവക്രം. പഠനപീഠസ്ഥലിയുടെ പ്രധാന കാരണങ്ങൾ പഠനത്തിലുള്ള താല്പര്യക്ഷയം, അഭിപ്രേരണയുടെ അഭാവം, മന്ദ പുരോഗതി മൂലമുണ്ടാകുന്ന നിരാശ, ക്ഷീണം ഇവയെല്ലാം പഠനപീഠസ്ഥലിക്കുള്ള കാരണങ്ങളാണ്. പഠനത്തിലുള്ള താല്പര്യക്ഷയം, അഭിപ്രേരണയുടെ അഭാവം, മന്ദ പുരോഗതി മൂലമുണ്ടാകുന്ന നിരാശ, ക്ഷീണം ഇതെല്ലാം പഠനപീഠസ്ഥലിക്ക് കാരണങ്ങളാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങളിൽ ചിലത് മറന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ പഴയ കാര്യങ്ങളിൽ ചിലത് മറന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഇടയ്ക്ക് കലരുന്ന അവസ്ഥയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഇടയ്ക്ക് കലരുന്ന അവസ്ഥയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ക്രിസ്തുവിൻ്റെയും ബുദ്ധൻ്റെയും തത്വങ്ങൾ പഠിച്ച ഒരു കുട്ടി പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധൻ്റെ തത്വങ്ങൾക്ക് പകരം ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ എഴുതി. ഈ അവസ്ഥയ്ക്ക് പറയുന്നതാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. ക്രിസ്തുവിൻ്റെയും ബുദ്ധൻ്റെയും തത്വങ്ങൾ പഠിച്ച ഒരു കുട്ടി പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധൻ്റെ തത്വങ്ങൾക്ക് പകരം ക്രിസ്തുവിൻ്റെ തത്വങ്ങൾ എഴുതി. ഈ അവസ്ഥയ്ക്ക് പറയുന്നതാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. നെക്സ്റ്റ്, പഠിക്കൽ, പഠിപ്പിക്കൽ എന്നിവയെ വ്യത്യസ്ത പ്രതിഭാസങ്ങളായി കണ്ടത് ബന്ധൂര. പഠിക്കൽ, പഠിപ്പിക്കൽ എന്നിവയെ വ്യത്യസ്ത പ്രതിഭാസങ്ങളായി കണ്ടത് ബന്ധൂര. അനുകരണാത്മക പ്രകടനത്തിന് ബന്ധൂര വിളിക്കുന്ന പേര് മടുപ്പിക്കാത്ത പഠനം. അനുകരണാത്മക പ്രകടനത്തിന് ബന്ധൂര വിളിക്കുന്ന പേരാണ് മടുപ്പിക്കാത്ത പഠനം. പഠനത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതെല്ലാം? പഠിതാവ്, പഠനവസ്തു, പഠനസ്ഥിതി.
പഠനത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് പഠിതാവ്, പഠനവസ്തു, പഠനസ്ഥിതി. പഠിതാവിൻ്റെ പ്രകൃതിയെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ ഏവ? പരിപക്വനം, പ്രായം, ലിംഗഭേദം, മുന്നനുഭവങ്ങൾ, ശേഷികൾ, കായിക വൈകല്യങ്ങൾ, അഭിപ്രേരണ. പഠിതാവിൻ്റെ പ്രകൃതിയെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ: പരിപക്വനം, പ്രായം, ലിംഗഭേദം, മുന്നനുഭവങ്ങൾ, ശേഷികൾ, കായിക വൈകല്യങ്ങൾ, അഭിപ്രേരണ. നെക്സ്റ്റ്, ഒരു കവിത മനഃപ്പാഠമാക്കാൻ ഒറ്റയിരുപ്പിൽ തുടരെ തുടരെ വായിച്ച് അതിന് ശ്രമിക്കുന്ന രീതിയാണ് സ്ഥൂല പരിശീലന രീതി. ഒരു കവിത മനഃപ്പാഠമാക്കാൻ ഒറ്റയിരുപ്പിൽ തുടരെ തുടരെ വായിച്ച് അതിന് ശ്രമിക്കുന്ന രീതിയാണ് സ്ഥൂല പരിശീലന രീതി. ഒരു കവിത മനഃപ്പാഠമാക്കാൻ ആവർത്തന പരിശീലനം പല ദിവസങ്ങളിലായി നടത്തുന്നതിന് പറയുന്ന പേരാണ് വിതരണം ചെയ്ത പരിശീലന രീതി. ഒരു കവിത മനഃപ്പാഠമാക്കാൻ ആവർത്തന പരിശീലനം പല ദിവസങ്ങളിലായി നടത്തുന്നതിന് പറയുന്ന പേരാണ് വിതരണം ചെയ്ത പരിശീലന രീതി. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.